ദേ ഉള്ളത് പറയാമല്ലോ കൊച്ചമ്മേ. ഇവിടുത്തെ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്യാൻ എനിക്ക് പേടിയാ. അടുപ്പത്ത് ഇറച്ചി തിളച്ചോണ്ടിരുന്നപ്പോ ജനവാതുക്കൽ 2 കണ്ണുകൾ അതെന്നെ തന്നെ തുറച്ചു നോക്കി. ആ എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ദേ എന്റെ ശരീരം അടി മുതൽ മുടി വരെ ഇങ്ങനെ വിറച്ചു. പരദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന ധൈര്യത്തോടെ ടോർച്ചെടുത്ത് ഞാൻ ആ കണ്ണുകളിലേക്ക് തെളിച്ചു. നോക്കിയപ്പോ ആരാ? നമ്മുടെ കാടൻ പൂച്ച. എന്നാലും ഈ ശങ്കരിക്ക് പേടിയാ. പൂച്ചയുടെ വേഷത്തിൽ നടക്കുന്ന ചില ഒടിയന്മാരുണ്ട്. അവരുടെ ഞാൻ മുമ്പ് ചെന്ന് പെട്ടാ എന്റെ മാനം പോവും. താനൊന്നും കഴിച്ചില്ലേ? അതെന്തോന്ന് ചോദ്യമാ കൊച്ചമ്മ. വീട്ടുകാര് കഴിച്ചു കഴിഞ്ഞാലല്ലേ വേലക്കാര് കഴിക്കൂ. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഇവിടെ വീട്ടുകാരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. താൻ പോയി കഴിച്ചോ. അയ്യോ, അപ്പൊ അദ്ദേഹം വരണ്ടേ? അയാൾ എന്റെ ആരുമല്ല. അയാൾക്ക് വേണ്ടി കാത്തിരിക്കും വേണ്ട. ആഹാ, ദേവി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ? എന്നെയും കാത്തിരിക്കായിരിക്കും എന്ന് വിചാരിച്ച് ഓടിപ്പടഞ്ഞു വരികയായിരുന്നു. ഏതായാലും കഴിച്ചോളെ. ശങ്കരൻകുട്ടി. ശങ്കരി. ആ ശങ്കരി. വിളമ്പിക്കോ. മതിയാക്കിയോ? ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അല്പമെങ്കിലും കഴിക്കണ്ടേ? മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും. ഭർത്താവ് പഴയ സ്വഭാവം തന്നെ. ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അപ്പൊ പിണങ്ങും. കഷ്ടം. സ്നേഹം കൊണ്ടാ സാറേ. ഞാനും അങ്ങനെയാ. കൂടുതൽ സ്നേഹമുള്ളവരോട് ചിലപ്പോ വെറുതെ പിണങ്ങാൻ തോന്നും. ഞാനും സ്മഗ്ലർ കാതർക്കായും കൂടി ദിവസവും പിണങ്ങും. അതുപോലെ ഇണങ്ങും. ഓ സാറേ, ഒരു കാര്യം ചോദിച്ചാ സാർ ദേഷ്യപ്പെടുവോ? എന്താ? കൊച്ചമ്മ പറയുന്നു കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചുപോയെന്ന്. സാറാണെങ്കിൽ പച്ച ജീവനുടെ മുമ്പിൽ ഇരിക്കുകയും ചെയ്യണം. എന്താ ഇതിന്റെ ഒരു ട്രിക്ക്? കൊച്ചമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ മരിച്ചുപോയി. മരിച്ചെന്ന് സ്വർഗത്തിൽ ചെന്നപ്പോ യമൻ എന്നോട് പറഞ്ഞു. യമനെ അറിയാമല്ലോ? അയ്യോ, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഡോ കാലൻ. ആ, ഈ ചാവാൻ നേരത്ത് പാശവുമായി പോത്തിന്റെ പുറത്ത്. ആ അത് തന്നെ. അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ചെല്ലാൻ സമയമായിട്ടില്ല. പിന്നെ മെനക്കെട്ട് പോയതല്ലേ എന്ന് കരുതി ഒരു 5 വർഷം അവിടെ താമസിച്ചു. പോരണമെന്ന് തോന്നിയപ്പോ ഇങ്ങോട്ട് പോന്നു. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി. അയ്യോ എന്റെ അമ്മേ. എന്തൊരു മാറ്റമാണ് ഇവിടെ. എസ്റ്റേറ്റ് ജോലിക്കാർക്ക് മിക്കവർക്കും എന്നെ മനസ്സിലായി. കുറെ പഴയ ആൾക്കാരുണ്ട്, അവർക്ക് മാത്രം മനസ്സിലായി. അവരോട് സംസാരിച്ചിരുന്നുകൊണ്ട് സമയം പോയറിഞ്ഞില്ല. പിണക്കം മാറിയില്ലേ? നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. കത്തയക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലായിരുന്നു ഞാൻ. അത് പോട്ടെ, ഞാനിങ്ങ് എത്തിയല്ലോ. നീ ഇപ്പോഴും പഴയതുപോലെ സുന്ദരിയായിരിക്കും. പുറത്തു പോകാൻ നീ എന്താ പറയുന്നേ? ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലേ കിടക്കുക? ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. നീ പോലീസിനെ വിളിക്കൂല്ലേ? കൊള്ളാം. വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന ഭർത്താവിന് നീ തരുന്ന സ്വീകരണം കൊള്ളാം. ഏതായാലും ഞാൻ ഇന്ന് നിന്റെ കൂടെ ഈ കട്ടിയിൽ കിടക്കും. നല്ല കൈ ഇതിനുള്ളതാണ്. ജസ്റ്റ് മിനിറ്റ്. സാറിനെ അങ്ങോട്ട് കേറ്റിയില്ല അല്ലേ? എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി. ഇങ്ങനെയുണ്ടോ ഭാര്യമാര്? താൻ എന്തിനാ ഇവിടെ ചെവി കൊടുത്തുന്നത്? ഞാൻ ജോലി കഴിഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ. തന്നോട് പറയുന്ന ജോലി ചെയ്താൽ മതി. വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലേ, ഈ പാതിരായ്ക്ക് ഇങ്ങനെ എങ്ങോട്ടാ ഇറങ്ങിപ്പോണത്? എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
ഗുഡ് മോർണിംഗ് മാഡം. നീ ആരാണ്? ബിന്ദു. ഇന്നു മുതൽ രാജൻ സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് എന്നെ നിയമിച്ചിരിക്കുകയാണ്. എന്തിനോടെ കയറി വന്നോ? സാറ് പറഞ്ഞിട്ട് മാഡത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകം നോക്കണമെന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാപ്പി പിടിക്കൂ. കൊണ്ടുപോകേണ്ട മുൻപിൽ നിന്ന് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെ ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. കാരണമില്ലാതെ വഴക്കുകൂടും, ചിലപ്പോൾ കരയും. ഞാൻ മരിച്ചുപോയി എന്ന വിശ്വാസം അവളുടെ മനസ്സിനെ ആകെ തളർത്തിയിരിക്കും. അവരെ കണ്ട ഉടനെ എനിക്കത് മനസ്സിലായി. എന്നോട് വളരെ റഫായിട്ടാണ് അവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കരുതി വേണം ഇവിടെ കഴിയാൻ. എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്ന് പറയാനാവില്ല. ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും അവരെന്താണ് സാറിനെ ഭർത്താവായി അംഗീകരിക്കാത്തത്? അതാണ് ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 5 വർഷക്കാലത്തോളം അവൾക്കൊരു കത്തയക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതിന്റെ പരിഭവമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അത് പോട്ടെ. മിസ് ബിന്ദുവിന് താമസിക്കാൻ എന്റെ മുറിയുടെ എതിരെയുള്ള മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. താങ്ക് യു സർ. ബിന്ദു പറ്റോളൂ. ജസ്റ്റ് എ മിനിറ്റ്. നൈസ്. താങ്ക് യു. ഇങ്ങനെ ഒരു കേസ് എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. മരിച്ചുപോയാൽ തിരിച്ചു വരിക, ഭർത്താവാണെന്ന് അവകാശപ്പെടുക, ഭാര്യ അത് നിഷേധിക്കുക. അവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്നാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. മലയിൽ വെച്ച് ഒരു കാർ ആക്സിഡന്റ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് അയാൾ പറയുന്നത്. കുറെ സാക്ഷികളെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സഹായമായിരുന്നു. അതുമില്ല. ജനവാസം കുറഞ്ഞ സ്ഥലമല്ലേ, പോലീസ് എന്ന് കേട്ടത്തിനെ ആളുകൾക്ക് പേടിയാ. ഞാൻ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മിസ് ജയൻ, എന്റെ അടുത്തൊരു സുഹൃത്താ. നമസ്കാരം. എനിക്ക് ഗോപിയോട് മാത്രമായി കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം കാണാം. വൈകിട്ട് ഓഫീസിൽ വരുമല്ലോ. വരാം. ശരി, ഇറങ്ങട്ടെ. ഇരിക്കൂ. ഞാൻ പോകുന്നതിന് ശേഷം വിശേഷം വല്ലതും ഉണ്ടായോ? അയാൾ വീട്ടിൽ സെക്രട്ടറി വരുത്തിയിരിക്കുന്നു. പുതിയ ജോലിക്കാരെ നിയമിച്ചിരിക്കുന്നു. ഒരു രാത്രി കൊണ്ട് എനിക്കാകെ ഭയം തോന്നുന്നു ഗോപി. അയാൾക്ക് വ്യക്തമായി എന്തോ ഉദ്ദേശമുണ്ട്. ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഇതും അയാളും തമ്മിൽ വലിയ സാദൃശ്യമുണ്ടല്ലോ. അതാണ് ഞാനും അത്ഭുതപ്പെടുന്നത്. പക്ഷേ എന്റെ ഭർത്താവിന്റെ കരിഞ്ഞ് ചാമ്പലായി പോയ ശരീരം ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ദേവി വീട്ടിലേക്കുള്ളൂ. വേണ്ട, മുഴുവനും പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു കള്ളം സത്യമാക്കാൻ വേണ്ടി ചിലർക്ക് 1000 കള്ളങ്ങൾ പറയേണ്ടി വരും. അത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ ഗോപിനാഥ്. വരൂ ദേവി. ഇല്ല, ഞാനാണ് പറയുന്നത് വരാൻ. നിനക്ക് നല്ല സുഖമില്ല. ഭർത്താവിനെ അനുസരിക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ്. അയാളിൽ പല തെറ്റുകളും കണ്ടേക്കാം. അയാൾ ചിലപ്പോൾ ക്രൂരമായി പെരുമാറിയേക്കാം. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് അയാളെ നേരെയാക്കേണ്ടത് ഭാര്യയുടെ കടമയാണ്. ഇനിയും ഭാര്യയെന്ന് അവകാശം പറഞ്ഞ് നിങ്ങളെന്നെ ഉപദ്രവിക്കരുതേ. ദേവിക്ക് തെറ്റി. ഭർത്താവിന് ഭാര്യയുടെ മേലുള്ളത് അവകാശമല്ല, അധികാരമാണ്. എനിക്ക് സ്നേഹിക്കാൻ, എന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ നീ അല്ലാതെ മറ്റാരാണുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതാണ്. എന്റെ അനുവാദം കൂടാതെ എന്റെ ഭാര്യയെ വീട്ടിന് പുറത്തു പോകാൻ പാടില്ല. പൂർത്തിയാക്കണ്ട. പൂർത്തിയാക്കിയാൽ ചിലപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരും. ഞാനിപ്പോ പഴയ പോലെ ചൂടാകാറില്ല. ക്ഷമിക്കാൻ പഠിച്ചു വരികയാണ്. അല്ലെങ്കിൽ നിന്റെ ഭാവം കൊണ്ട് ഇവിടെ കഴിയില്ലല്ലോ. ബിന്ദു, നീ വരൂ. നീ ഇതൊന്നും കാര്യമാക്കണ്ട. ദേവിക്ക് മനസ്സിന് നല്ല സുഖമില്ല. അവർക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം. അവരാവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും. ദേവി, നീ പറയാറുണ്ടല്ലോ,
ഇവരൊക്കെ ഞാൻ എന്റെ സൗകര്യത്തിന് നിർത്തിയിരിക്കുകയാണ്? അല്ല, വീട്ടിലുള്ള എല്ലാം എന്റെ സ്വന്തമാണ്, ഞാൻ അടക്കം. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം നിന്റെ കിടക്ക പങ്കിടാൻ ഇന്ന് രാത്രി ഞാനും ഉണ്ടാകും. മേഡമൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഹോർലിക്സ് കൊണ്ടുവരട്ടെ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേവി, എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. കഥക് തുറക്കുന്നതാണ് നല്ലത്. എന്നെ വെല്ലുവിളിക്കാനാണ് പാവമെങ്കിൽ നടക്കട്ടെ, നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. മിസ്റ്റർ ഗോവിന്ദാഥ്, ഇരിക്കൂ. ഞാൻ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. പിന്നെ എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമല്ലേ, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാവുന്ന കരുതി. ഓ, മറന്നുപോയി, ഇരിക്കൂ. ഞാൻ പുതുതായി ഒരു സെക്രട്ടറിയെ നിയമിച്ചു, ഒരു കൊച്ചു പെണ്ണ്. ബിന്ദു, പല കാര്യങ്ങളും ഞാൻ മറന്നുപോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇത് ബിന്ദു. ബിന്ദു, ഇതെന്റെ ഒരു സുഹൃത്ത്, സോറി, എന്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, DYSP ഗോപിനാഥ്. ഹലോ. ഒരു സെക്രട്ടറി വെക്കാനുള്ള തിരക്ക് ഇപ്പൊ നിങ്ങൾക്കുണ്ടോ? മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. എന്റെ ടെൻഷൻ ഞാൻ പുറത്ത് കാണിക്കാറില്ലെങ്കിലും, എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ 10 സെക്രട്ടറിമാരെ വയ്ക്കുമായിരുന്നു. എസ്റ്റേറ്റ്, കൃഷി, അതിനൊക്കെ പുറമെ ഞാൻ പുതുതായി തുടങ്ങാൻ പോകുന്ന ഫാക്ടറി, ഇതിന്റെ ഒക്കെ ചുമതല ഏറ്റെടുത്തിരിക്കില്ലേ? ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ദേവി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്തിന്? മിസ്റ്റർ ഗോപിനാഥ്, എന്റെ ഭാര്യയ്ക്ക് അല്പം വിശ്രമം കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കല്യാണം കഴിക്കാത്ത പിള്ളേരെ ഉൾപ്പെടുത്തിയാൽ ഇതാണ് കുഴപ്പം. ഭാര്യാഭർത്തൃ ബന്ധം എന്താണെന്ന് ഇവർക്കറിയില്ല. മിസ്റ്റർ രാജൻ, ഞാൻ തമാശയ്ക്ക് വേണ്ടിയല്ല ചോദിച്ചത്. ഈ വീട്ടിൽ പഴയ കുറെ ജോലിക്കാരുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് അവരെ കാണാതായി. ഇപ്പൊ നിങ്ങൾക്ക് സെക്രട്ടറിയായി, പുതിയ ജോലിക്കാരായി പലരെയും നിയമിച്ചു, ദേവിയുടെ അനുവാദം കൂടാതെ. ബിന്ദു, പോയി ചായ കൊണ്ടുവരാൻ പറയും. മിസ്റ്റർ ഗോപിനാഥ്, എന്റെ ഭാര്യ ഞാൻ പറയുന്നത് അനുസരിക്കും. ഞാൻ മരിച്ചുപോയി എന്നവൾ പറയുന്നുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ മെന്റൽ കേസ്. അത് നിങ്ങൾ അത്ര സീരിയസ് ആയി കണക്കാക്കണമെന്നില്ല. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ പറ്റിയോ സിനിമയെ പറ്റിയോ? കള്ളമാണ് ഗോപി, പച്ചക്കള്ളം. എന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ അയാൾ കെട്ടുന്ന വേഷമാണിതൊക്കെ. പക്ഷേ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമാണല്ലോ. അയാൾ ഇവിടുന്ന് പോയ തീയതി, സിംഗപ്പൂരിലേക്കുള്ള പാസ്പോർട്ട്, വിസ, ഇതെല്ലാം കണ്ടില്ലെന്ന് വയ്ക്കാൻ പോലീസിന് പറ്റൂ. നിങ്ങൾക്ക് തെളിവുകളാണ് ആവശ്യം, സത്യമല്ല. ഹൃദയമെടുത്ത് പുറത്ത് കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വിഷമിക്കാതിരിക്കും. ദേവി പറയുന്നതാണ് സത്യമെങ്കിൽ തീർച്ചയായും അയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതുവരെ ജയിക്കാവുന്നിടത്തോളം ജയിക്കട്ടെ. ഏതായാലും അയാളുടെ പുറകെ ഒരു നിഴലായിട്ട് എപ്പോഴും ഞാനുണ്ടാവും. ഞാൻ വരട്ടെ. കാപ്പി കുടിച്ചില്ല? വേണ്ട. ഇനി തന്നേക്കും.